എല്ലാവർക്കും AS കൺസെപ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള കേരള PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഓപ്ഷൻ ഡി ചൈനീസ് വിപ്ലവം. ഉത്തരം ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലി അഹമ്മദുള്ളയാണ്. 2 കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ആയിരുന്നു. 3 കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമൽ പ്രാധാന്യം പങ്കുവഹിച്ചു. 4 ഛോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിയിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 മാത്രമാണ് ശരി. മൂന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ചുവടെ ചേർത്ത പ്രസ്താവനയിൽ ശരി ഏത്? 1 ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകരമായത് പ്രാഥമിക തരംഗങ്ങളാണ്. 2 ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ്. 3 ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകരമായത് പ്രതല തരംഗങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമജ്ജന മേഖലയാണ്. 2 ഇന്ത്യയുടെ ഉത്തര മഹാസമതലം ഒരു വ്യാപന മേഖലയാണ്. 3 ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി ഒരു ഫലകാതിരു മേഖലയാണ്. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയതാണ്. 3 1962 ഇന്ത്യ ചൈന യുദ്ധം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. 4 പൊതുമേഖലാ വ്യവസായശാലകളുടെ വളർച്ചയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവനകൾ 1, 2, 4 ശരിയാണ്. പ്രസ്താവന 3 ശരിയല്ല. ആറാം ചോദ്യം, 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയുത്തരം ഏതാണ്? പ്രസ്താവന 1 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പ്രസ്താവന 2 ഈ കാലയളവിൽ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവനകൾ 1, 2 ശരിയാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഓപ്ഷൻ ബി ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. ഓപ്ഷൻ സി സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തുമാറ്റി. ഓപ്ഷൻ ഡി ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തുമാറ്റി. എട്ടാം ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21മായി ബന്ധപ്പെട്ടത് ഏത്? ആർട്ടിക്കിൾ 21മായി ബന്ധപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. ഓപ്ഷൻ ബി അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഓപ്ഷൻ സി 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും ഫാക്ടറിയിലോ ഖനികളിലോ അല്ലെങ്കിൽ മറ്റ് അപകടകരമായ തൊഴിലുകളിലോ നിയമിക്കുന്നത്
നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ്. ഓപ്ഷൻ ഡി തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഏതു രൂപത്തിലും അത് അനുഷ്ഠിക്കുന്നത് നിരോധിക്കുകയും ചെയ്യുന്ന വകുപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 9-ാം ചോദ്യം. 1957 കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 2. 5 വർഷ കാലാവധി പൂർത്തിയാക്കി. 3. വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. 10-ാം ചോദ്യം. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏവ? ഓപ്ഷൻ 1 5-ാം കേരള നിയമസഭ, 2 7-ാം കേരള നിയമസഭ, 3 9-ാം കേരള നിയമസഭ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരി. 7-ാം കേരള നിയമസഭയും 9-ാം കേരള നിയമസഭയുമാണ് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയത്. 11-ാം ചോദ്യം. മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നവും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ അയഡിൻ അനീമിയ, ഓപ്ഷൻ ബി പൊട്ടാസ്യം പേശി വിളിവ്, ഓപ്ഷൻ സി ഇരുമ്പ് രാത്രിയിലെ കാഴ്ചക്കുറവ്, ഓപ്ഷൻ ഡി സോഡിയം അസ്ഥിക്ഷയം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പൊട്ടാസ്യം പേശി വലിവ്. 12-ാം ചോദ്യം. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക, ഓപ്ഷൻ ബി 100% ജലസേചനം പൂർത്തിയാക്കുക, ഓപ്ഷൻ സി എല്ലാ റോഡുകളും ദേശീയ പാതയാക്കുക, ഓപ്ഷൻ ഡി പരമ്പരാഗത കൃഷി മാത്രം പ്രോത്സാഹിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക. 13-ാം ചോദ്യം. 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ ക്വാണ്ടം ടണലിംഗ് കണ്ടെത്തിയതിന്, ഓപ്ഷൻ ബി മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിന്, ഓപ്ഷൻ സി ക്വാണ്ടം തിയറി വിശദീകരിച്ചതിന്, ഓപ്ഷൻ ഡി മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിന്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിന്. 14-ാം ചോദ്യം. ഒരു കോൺകേവ് മിററിന്റെ 18 സെന്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്വഭാവം? 1. മിററിൽ നിന്ന് 9 സെന്റിമീറ്റർ അകലെ മറുവശത്ത് ഉണ്ടാകുന്നു. 2. വലുത് യാഥാർത്ഥ്യമായത് തലതിരിഞ്ഞ്. 3. ചെറുത് യാഥാർത്ഥ്യമായത് തലതിരിഞ്ഞ്. 4. മിററിൽ നിന്നും 9 സെന്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിന്റെ അതേ വശത്തു ഉണ്ടാകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരി. 15-ാം ചോദ്യം. അക്വേറിജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ്? അക്വേറിജിയ. ഉത്തരം ഓപ്ഷൻ സി ആണ്. HCl ഹൈഡ്രജൻ ക്ലോറൈഡ്. 16-ാം ചോദ്യം. ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക നമ്പർ? ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 22, ഓപ്ഷൻ സി 23, ഓപ്ഷൻ ഡി 21. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 22. 17-ാം ചോദ്യം. താഴെ കൊടുത്തവയിൽ നിന്നും കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്തുക. 1. മുടിയേറ്റ്, പടയണി, തെയ്യം, കാക്കാശി നാടകം. 2. പടയണി, തിറ, നങ്ങ്യാർകൂത്ത്, ചവിട്ടുനാടകം. 3. മുടിയേറ്റ്, കൂടിയാട്ടം, കണ്യാർകളി, ഒപ്പന. 4. തെയ്യം, മുടിയേറ്റ്, ഒപ്പന, കണ്യാർകളി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരി. 18-ാം ചോദ്യം. താഴെ കൊടുത്ത കവിത, കഥ, നോവൽ, നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക. 1. ചിന്താവിഷ്ടയായ സീത, കന്നിക്കൊയ്ത്ത്, ഭാരത പര്യടനം, കിരാതവൃത്തം. 2. കടൽ തീരത്ത്, വ്യാസനാവൃതി, അരനാഴിക നേരം, ഹിഗ്റ്റ.
3 മഞ്ഞ് മരണ സർട്ടിഫിക്കറ്റ് ഖസാക്കിന്റെ ഇതിഹാസം ഇനി ഞാൻ ഉറങ്ങട്ടെ. 4 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പാട്ടബാക്കി അശ്വമേധം സാങ്കേതികം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ശരി. 19-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി മോണിറ്റർ, ഓപ്ഷൻ ഡി സ്കാനർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മോണിറ്റർ. 20-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? ഓപ്ഷൻ എ സഫാരി, ഓപ്ഷൻ ബി ഗൂഗിൾ, ഓപ്ഷൻ സി വിൻഡോസ്, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് എഡ്ജ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിൻ. 21-ാം ചോദ്യം. ക്വാർട്ടർ ക്ലോത്ത് ബെൻഡറിംഗിൽ ബുക്ക് സെപ്പൻ പ്രത്യേക തരം തുണി ഉപയോഗിച്ച് കവർ ചെയ്യാനുള്ള കാരണം? ഓപ്ഷൻ എ ഭംഗിക്കു വേണ്ടി, ഓപ്ഷൻ ബി ഈടും ബലവും ഉണ്ടാകാൻ, ഓപ്ഷൻ സി എളുപ്പത്തിൽ ബൈൻഡ് ചെയ്യാൻ, ഓപ്ഷൻ ഡി വളരെ കാലം നിലനിൽക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഈടും ബലവും ഉണ്ടാകാൻ. 22-ാം ചോദ്യം. ഒരു പുസ്തകം കൈകൊണ്ട് ബൈൻഡ് ചെയ്യുമ്പോൾ സെക്ഷനുകൾ ശേഖരിക്കുമ്പോൾ നടത്തുക പ്രധാന പ്രവർത്തനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഒരു തയ്യൽ ഫ്രെയിം ഉപയോഗിച്ച് കെറ്റിൽ തുന്നൽ ചെയ്ത് ആദ്യ ഭാഗം ആരംഭിക്കുക. 3 പ്രൊജക്റ്റുകൾ ക്രമമായി ചേർത്ത് വെച്ച് പേജിന്റെ യഥാർത്ഥ ക്രമം ഉറപ്പാക്കുക. ഓപ്ഷൻ സി മടക്കിയതോ വീണ്ടും മടക്കിയതോ ആയ ഭാഗങ്ങൾ ഒരുമിച്ച് ശേഖരിക്കുക. ഒരു ഭാഗം മറ്റൊന്നിന് താഴെയായി ശരിയായ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. ഓപ്ഷൻ ഡി പഴകിയ പേജുകൾ ടിഷ്യൂ പേപ്പറുകൾ അല്ലെങ്കിൽ ലിനൻ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മടങ്ങിയതോ വീണ്ടും മടങ്ങിയതോ ആയ ഭാഗങ്ങൾ ഒരുമിച്ച് ശേഖരിക്കുക. ഒരു ഭാഗം മറ്റൊന്നിനു താഴെയായി ശരിയായ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. 23-ാം ചോദ്യം. 64 പേജുകൾക്കുള്ള ബുക്ക് ലെറ്റുകൾ അനുയോജ്യമായ ബൈൻഡിംഗ് രീതി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ സാഡിൽ സ്റ്റിച്ച് ബൈൻഡിംഗ്, ഓപ്ഷൻ ബി കേസ് ബൈൻഡിംഗ്, ഓപ്ഷൻ സി പെർഫെക്റ്റ് ബൈൻഡിംഗ്, ഓപ്ഷൻ ഡി സ്പൈറൽ ബൈൻഡിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സാൻഡിൽ സ്റ്റിച്ച് ബൈൻഡിംഗ്. 24-ാം ചോദ്യം. റീബൈൻഡിംഗ് ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പേപ്പർ മഷി, ഓപ്ഷൻ ബി വുഡ് ആണി, ഓപ്ഷൻ സി ക്ലോത്ത്, ലെതർ, ഗ്ലൂ, ത്രെഡ്, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്, മെറ്റൽ തുടങ്ങിയവ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്ലോത്ത്, ലെതർ, ഗ്ലൂ, ത്രെഡ്. 25-ാം ചോദ്യം. A0 പേപ്പർ സൈസിന്റെ അളവ്. A0 പേപ്പർ സൈസിന്റെ അളവ്. ഓപ്ഷൻ എ 841 1189 mm, ഓപ്ഷൻ ബി 594 × 841 mm, ഓപ്ഷൻ സി 420 × 594 mm, ഓപ്ഷൻ ഡി 297 × 420 mm. ആൻസർ ഓപ്ഷൻ എ ആണ്, 841 × 1189 mm ആണ് A0 പേപ്പറിന്റെ ശരിയായ അളവ്. 26 പേജുകൾ പരിശോധിക്കാനും ക്രമപ്പെടുത്താനും വേഗത്തിലും കൃത്യവുമായി ആക്കാൻ ഡാഷ് മാർഗങ്ങൾ സഹായിക്കുന്നു. ഓപ്ഷൻ എ ബൈൻഡിംഗ്, ഓപ്ഷൻ ബി കൊളേറ്റിംഗ്, ഓപ്ഷൻ സി പിൻറിംഗ്, ഓപ്ഷൻ ഡി സെക്ഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊളേറ്റിംഗ്. 27 പുസ്തകത്തിന്റെ കവർ ശക്തവും ഉറപ്പുള്ളതുമാക്കാൻ ഉപയോഗിക്കുന്ന ബോർഡ്. ഓപ്ഷൻ എ മിൽ ബോർഡ്, ഓപ്ഷൻ ബി ഐവറി ബോർഡ്, ഓപ്ഷൻ സി ആർട്ട് ബോർഡ്, ഓപ്ഷൻ ഡി ബോണ്ട് പേപ്പർ. ആൻസർ ഓപ്ഷൻ എ മിൽ മോഡ്. 28 ബുക്ക് ബൈൻഡിംഗിൽ ക്യൂറിയസ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം. ഓപ്ഷൻ എ പുസ്തകം വർണ്ണാഭമാക്കാൻ, ഓപ്ഷൻ ബി പേജുകൾ കുറയ്ക്കാൻ, ഓപ്ഷൻ സി ഗം കട്ടിയാക്കി ബൈൻഡിങ്ങിന് ശക്തമാക്കാൻ, ഓപ്ഷൻ ഡി കവറുകൾ അലങ്കരിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗം കട്ടിയാക്കി ബൈൻഡിങ്ങിന് ശക്തമാക്കാൻ. 29-ാം ചോദ്യം. പേപ്പർ റോളുകൾ തുടർച്ചയായി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ. ഓപ്ഷൻ എ റോട്ടറി കട്ടർ, ഓപ്ഷൻ ബി ഗില്ലറ്റിൻ കട്ടർ, ഓപ്ഷൻ സി കട്ടിംഗ് ബ്ലേഡ്, ഓപ്ഷൻ ഡി ഡൈ കട്ടർ. ഉത്തരം ഓപ്ഷൻ എ റോട്ടറി കട്ടർ. 30-ാം ചോദ്യം. ഹാർഡ് ബൈൻഡിംഗ് ബുക്കുകളിൽ ഉപയോഗിക്കുന്ന എൻഡ് പേപ്പർ ഏത്? ഓപ്ഷൻ എ വൈറ്റ് പേപ്പർ, ഓപ്ഷൻ ബി നിറമുള്ള പേപ്പർ, ഓപ്ഷൻ സി ഡിസൈൻ പേപ്പർ, ഓപ്ഷൻ ഡി കറുത്ത പേപ്പർ.
ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 31 ചോദ്യം. A4 സൈസ് 200 പേജുള്ള ഹാർഡ് ബൈൻഡ് പുസ്തകത്തിന് ആവശ്യമായ ഷീറ്റുകളുടെ എണ്ണം. ഓപ്ഷൻ എ 150, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 200. ഉത്തരം ഓപ്ഷൻ സി ആണ് 100. 32 ചോദ്യം. ഒരേ വലുപ്പത്തിലുള്ള 2 പേപ്പർ, ഒരെണ്ണം 90 GSM, മറ്റൊന്ന് 120 GSM. പ്രിന്റിംഗ് ക്വാളിറ്റി ഏതിന് മെച്ചമായിരിക്കും? ഓപ്ഷൻ എ 90 GSM, ഓപ്ഷൻ ബി 120 GSM, ഓപ്ഷൻ സി രണ്ടും ഒരേപോലെ, ഓപ്ഷൻ ഡി നിറമനുസരിച്ച് വ്യത്യാസപ്പെടും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 120 GSM.